അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, നമ്മുടെ അഹ്കാമു തജ്വീദിലെ 1-ാമത്തെ പാഠം അദ്ദർസുൽ അവ്വൽ ഇഖ്റ ബിസ്മി റബ്ബിക്, അതിലെ വർക്ക് ബുക്കിലെ 1-ാമത്തെ ഭാഗം നുക്കമ്മിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഡാഷ് ഖുർആൻ ഓതിക്കൊടുത്തു. അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ് എഴുതേണ്ടത്. 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഡാഷ് അവതരിപ്പിച്ച പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. അവിടെ അള്ളാഹു എന്നാണ് എഴുതേണ്ടത്. 3 ഖുർആൻ പാരായണം ഏറ്റവും ഡാഷ് ഉള്ള സൽക്കർമ്മമാണ്, പുണ്യമുള്ള. 4 സാധാരണ അറബി വായിക്കുന്നത് പോലെ ഡാഷ് പാരായണം ചെയ്യാൻ പാടില്ല ഖുർആൻ. ഇനി അവിടെ കാണാൻ 2 നുബയ്യിൻ, വ്യക്തമാക്കുക. 1 വിശുദ്ധ ഖുർആൻ എന്ന വിഷയത്തിൽ 5 വാചകം എഴുതുക. ഉത്തരം: നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഖുർആനാണ്. ഖുർആൻ പാരായണം ഏറ്റവും പുണ്യമുള്ള സൽക്കർമ്മമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുന്നതിന് ചുരുങ്ങിയത് 10 പ്രതിഫലമുണ്ട്. ഇനി നമുക്ക് 3 കാണാം. നുജീബ്, ഉത്തരമെഴുതുക. 1 ഖുർആനിൽ ആദ്യമിറങ്ങിയ ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ അലഖിലെ ആദ്യ 5 ആയത്ത്. 2 ഖുർആൻ എന്നാൽ എന്ത്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ്. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? ഉത്തരം: ഖുർആൻ. 4 ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ചുരുങ്ങിയത് എത്ര പ്രതിഫലം ലഭിക്കും? ഉത്തരം: 10. 5 തജ്വീദ് എന്നാൽ എന്ത്? ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. ഇനി 4-ാമത്തെ ഭാഗം നക്തഷിഫ്, വ്യക്തമാക്കുക. 1 ഹിറാ ഗുഹ എവിടെയാണ്? ഉത്തരം: പരിശുദ്ധ മക്കയിലെ ജബലുന്നൂരിൽ. 2 പരിശുദ്ധ മക്കയുടെ പ്രത്യേകത എന്ത്? ഉത്തരം: അവിടെയാണ് പരിശുദ്ധ കഅബ നിലകൊള്ളുന്നത്. വേറെയും എഴുതാം, അവിടെയാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്, അങ്ങനെയും എഴുതാം. 3 മഖ്റജ് എന്നാൽ എന്ത്? അക്ഷരം പുറപ്പെടുന്ന സ്ഥാനം, അതിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. ഇനി അവിടെ 5-ാമത്തെ വർക്ക് കാണാം. നക്തുബ്, എഴുതുക. അവിടെ കാണുന്നത് പോലെ എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഫസ്റ്റ് കാണാം അലിഫ്, ബാ, താ, സാ, ജീം, ഹ, ഖാ, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ, സ്വാദ്, ളാദ്, ത്വാ, ളാ, ഐൻ, ഐൻ, ഫാ, ഖാഫ്, കാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹാ, യാ, ലാം, അലിഫ്. ഇത്രയാണ് അതിലുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വർക്കുകളൊക്കെ കൃത്യമായി എഴുതി അത് പഠിച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് അതിൽ നിന്നും കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് നിങ്ങൾ മുന്നേറുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.